നമസ്തേ. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ബിജെപിയും സിപിഎമ്മും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് 50 മണ്ഡലങ്ങളിൽ. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി സിപിഎമ്മിനെ പിന്നിലാക്കി. കൂടാതെ 3 മണ്ഡലങ്ങളിൽ നാമമാത്രമായ വ്യത്യാസത്തിന് ബിജെപി പുറകിലായി. ബിജെപി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തീരാവുന്നതേയുള്ളൂ സിപിഎമ്മിന്റെ ഈ കോട്ടകൊത്തളങ്ങൾ, ഭരണവും എല്ലാം തന്നെ. വളർന്നു വരുന്ന യുവ വോട്ടർമാരും അസംതൃപ്ത ഹൈന്ദവ ജനതയും വിചാരിച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉടൻ സംഭവിക്കാം എന്നതാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന. നമുക്ക് ചില ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് നോക്കാം. നേമത്ത് സിപിഎമ്മിനുള്ളത് 33,322 വോട്ടുകളാണ്. എന്നാൽ അവിടെ എൻഡിഎ ഏറെ മുന്നിലാണ്. 61,227 വോട്ടുകളാണ് അവിടെ എൻഡിഎക്ക് കിട്ടിയത്. വട്ടിയൂർക്കാവിലും ഇതേ അവസ്ഥ തന്നെയാണ്. എൽഡിഎഫിനുള്ളത് 28,336. അവിടെ എൻഡിഎക്ക് സ്വന്തമായി ഉള്ളത് 53,025 വോട്ടുകൾ. കഴക്കൂട്ടവും എൻഡിഎക്കൊപ്പമാണ്. 34,382 വോട്ടുകൾ സിപിഎം നേടുമ്പോൾ അവിടെ എൻഡിഎ നേടുന്നത് 50,444. പാറശാലയിലേക്ക് വരുമ്പോൾ സിപിഎമ്മിനാണ് മുൻതൂക്കം. എന്നാൽ വളരെ നേരിയ മാർജിനിലാണ് അവിടെ എൻഡിഎ പിന്നാക്കം പോയത്. പാറശാലയിൽ 46,654 വോട്ടുകൾ സ്വന്തമാക്കുമ്പോൾ എൻഡിഎ സ്വന്തമാക്കുന്നത് 45,957. അതായത് വെറും 697 വോട്ടുകൾക്കാണ് എൻഡിഎ അവിടെ പിന്നിലായി ഉള്ളത്. കോവളത്ത് സിപിഎം 39,137 നേടുമ്പോൾ 47,376 എൻഡിഎ സ്വന്തമാക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വളരെ നല്ല മാർജിനിൽ തന്നെയാണ് എൻഡിഎ മുന്നിലുള്ളത്. അവിടെ സിപിഎമ്മിന് 27,076 വോട്ടാണ് ഉള്ളത്. എൻഡിഎ ആകട്ടെ സിപിഎമ്മിനെ ബഹുദൂരം പിന്നിലാക്കി 43,755 വോട്ടുകൾ നേടുന്നു. എന്നാൽ നെയ്യാറ്റിൻകരയിലേക്ക് എത്തുമ്പോൾ എൻഡിഎ ആണ് മുന്നിലുള്ളത് എങ്കിലും സിപിഎം തൊട്ട് പിന്നിലുണ്ട്. വെറും 1000 വോട്ടുകളുടെ വ്യത്യാസമാണ് അവിടെയുള്ളത്. വർക്കലയിലേക്ക് വരുമ്പോൾ 4000-ഓളം വോട്ടുകൾക്ക് അവിടെ എൻഡിഎ പിന്നിലാണ്. ആറ്റിങ്ങലിൽ 46,161 വോട്ടുകൾ സിപിഎം നേടുമ്പോൾ 52,442 വോട്ടുകൾ സ്വന്തമാക്കി എൻഡിഎ അവിടെ മുന്നിലാണ്. ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര എന്നിവിടങ്ങളിൽ നേരിയ ഭൂരിപക്ഷത്തിന് സിപിഎം ആണ് മുന്നിലുള്ളത് എങ്കിലും അത് നാമമാത്രമായ വ്യത്യാസം മാത്രമാണ് എന്നോർക്കണം. കാട്ടാക്കടയിൽ 6,000-ഓളം വോട്ടുകൾക്ക് എൻഡിഎ സിപിഎമ്മിനേക്കാൾ മുന്നിലാണ്. ഗുരുവായൂരിലേക്ക് എത്തുമ്പോൾ ഏകദേശം 4,000-ഓളം വോട്ടുകൾക്ക് സിപിഎം ആണ് അവിടെ മുന്നിലുള്ളത്. മണല്ലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവിടങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് എൻഡിഎക്ക് ഉള്ളത്. കായംകുളത്ത് എൻഡിഎ ആണ് മുന്നിലുള്ളതെങ്കിലും അവിടെ ഒരു ശക്തമായ പോരാട്ടം തന്നെയാണ് ഉള്ളത്. കരുനാഗപ്പള്ളിയിൽ എൻഡിഎ വളരെ നാമമാത്രമായ വോട്ടുകളാണ് സിപിഎമ്മിന് പിന്നിലായുള്ളത്. ആലപ്പുഴ, ചേർത്തല, അരൂർ എന്നിവിടങ്ങളിൽ സിപിഎമ്മിന്റെ മുന്നേറ്റമാണ് കാണുന്നത് എങ്കിലും അവിടെ എൻഡിഎക്ക് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കയറി വരാവുന്നതേയുള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ അതിന്റെ സൂചന തന്നെയാണ്. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ വളരെ ശക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ എൻഡിഎ അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. മലമ്പുഴ സിപിഎമ്മിന് അനുകൂലമാണ് എങ്കിലും നേരിയ വ്യത്യാസം മാത്രമാണ് അവിടെയും ഉള്ളത്. കേരളത്തിലെ വടക്കൻ മണ്ണായ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലേക്ക് എത്തുമ്പോൾ ശക്തമായ ലീഡാണ് അവിടെ എൻഡിഎ സ്വന്തമാക്കുന്നത്. ഉദുമ, മാവേലിക്കര, ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, കോങ്ങാട്, ഷൊർണൂർ, പട്ടാമ്പി, കോന്നി, ആറന്മുള, പൂഞ്ഞാറ്, തിരുവല്ല, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ സിപിഎമ്മിനാണ് ആധിപത്യം എങ്കിലും ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് നല്ല രീതിയിൽ കയറി വരാൻ സാധിക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. കാരണം വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയ മാർജിനിൽ ഉള്ളത് തന്നെയാണ് എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ബിജെപിയും സിപിഎമ്മും ഒപ്പത്തിനൊപ്പം 50 മണ്ഡലങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
ഒന്ന് ആഞ്ഞു പിടിച്ചാൽ CPM-ന്റെ കോട്ടകൊത്തളങ്ങളെല്ലാം തന്നെ തീരാവുന്നതേ ഉള്ളൂ. അത് ഭാവിയിൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന ജനവിധികളുടെ ഫലമായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല.